അല്ലാഹു തന്നെ പറയുകയാ, ഈ അഖില ലോക ബ്രഹ്മാണ്ഡ ഗടാഹത്തെക്കാൾ വിശാലമായ സൂര്യന്റെ തകർച്ചയുടെ കാരണക്കാരനാരാ? ആ കാരണക്കാരൻ മറ്റാരുമല്ല. അല്ലാഹു ചോദിക്കുകയാണ്, ഈ സംവിധാനിച്ച ഞാൻ തന്നെയല്ലേ ഇതിന് അവസാനവും നിർണ്ണയിക്കേണ്ടത്? അമ്മൻ ജഅലൽ അർള ഖിറാറൻ വജഅല ഖിലാലഹാ അൻഹാറാ അമ്മൻ ജഅലൽ അർള ഖറാറാ. ഈ തുള്ളിച്ചാടുന്ന ഭൂമിയെ നിശ്ചലമാക്കി നിങ്ങളുടെ സുന്ദരമായ സ്വൈര താമസത്തിന് ആഗ്രഹമാം വിധം രൂപീകരിച്ചു തന്ന ഞാനല്ലയോ? വജഅല ഖിലാലഹാ അൻഹാറാ. ഈ ഭൂമിയുടെ ഇടയിലുള്ള മണ്ണുകൾക്കിടയിലൂടെ നീർച്ചാലുകൾ ഒരുക്കി തന്നതും ഞാനല്ലയോ? ഈ നീർച്ചാലുകളുടെ ഇടയിലൂടെ അതിന്റെ ഉള്ളിലൂടെ സസ്യങ്ങളെ മൊട്ടി മുളപ്പിച്ചതും ഞാനല്ലയോ? അല്ലാഹു ചോദിക്കുകയാണ്, ഈ സസ്യങ്ങളെ മുളപ്പിച്ചതാരാ? മകാനലകുമ്മന തുംബിതു ശദറഹാ. ഈ മണ്ണിന്റെ മുകളിൽ പച്ചക്കളറിലൊരു സസ്യത്തിന്റെ ഇല പോലും മുളപ്പിക്കാൻ കഴിയാത്ത മാനവാ, മുളപ്പിച്ചവൻ തന്നെ അവസാനിപ്പിക്കുന്ന, ഈ പ്രപഞ്ചത്തെ ചുരുട്ടി കെട്ടിയിട്ട് നിന്നെ മുമ്പിൽ അവസാനിപ്പിക്കുന്ന ഒരു ദുരന്തത്തിന്റെ പേരാണ് ലോകാവസാനം എന്ന് പറയപ്പെടുക. സൂര്യന്റെ പ്രകാശം അസ്തമിച്ചു പോകുന്ന, ചന്ദ്രഗോളങ്ങളെ താഴോട്ട് വീഴുന്ന, ഇദാ സുൽസിലത്തിൽ അർളു അസ്ലസാലഹാ وأخرجت الأرض أثقالها وقال الإنسان ما لها. ഈ ഭൂമി കിടുകിടാ വിറക്കപ്പെടുന്ന കാലം പ്രകമ്പനം കൊള്ളുന്ന സംഹാര താണ്ഡവമാറുന്ന ഒരു രുദ്രയെ പോലെ ഈ ഭൂമി നിങ്ങളെ കിടുകിടാ വിറപ്പിക്കുന്ന ഒരു ദിവസം വരുന്നുണ്ടല്ലോ. ആ ഭൂമി കിടന്ന് കലിതുള്ളുന്നത് കണ്ടിട്ട് വകാലൽ ഇൻസാനു മാ ലഹാ. മനുഷ്യന് ഈ ഭൂമിക്കെന്ത് പറ്റിപ്പോയി എന്ന് നൂറ്റാണ്ടുകളായി ഭൂമിയുടെ മുകളിൽ നിവസിക്കുകയും ആവസിക്കുകയും ചെയ്യുന്ന മനുഷ്യലോകം ഈ ഭൂമിക്കെന്ത് പറ്റിപ്പോയി എന്ന് അവൻ സ്വയം പരിതപിക്കുന്ന ഒരവസ്ഥ വരാതെ ഈ ലോകം അവസാനിക്കുകയില്ല. എന്നാണ് ഈ ഭൂമി കലിതുള്ളുന്നത്? എന്നാണ് ഈ ഭൂമി ഇങ്ങനെ വല്ലാതെ വിറക്കുന്നത്? ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാ, നാല് കാര്യങ്ങൾ നിങ്ങളുടെ കൺമുമ്പിൽ കാണുന്നത് വരെ ലോകാവസാനം സംഭവിക്കുകയില്ല എന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, നാല് കാര്യങ്ങൾ നിങ്ങളുടെ കൺമുമ്പിൽ കാണുന്നത് വരെ, നാല് കാര്യങ്ങൾ നിങ്ങളുടെ കൺമുമ്പിൽ കാണുന്നത് വരെ ലോകാവസാനം സംഭവിക്കുകയില്ല. അതിലൊന്നാമത്തേതായി അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞതാ, ഭൂമിയിൽ നിന്ന് എന്നാണോ ബറക്കത്ത് എന്ന് പോകുന്നത്, അല്ലാഹുവിന്റെ ഭൂമിയിൽ നിന്ന്, നാം അധിവസിക്കുന്ന ഭൂമിയിൽ നിന്ന് എന്നാണോ ബറക്കത്ത് നഷ്ടപ്പെടുന്നത്, ആ ബറക്കത്ത് ഭൂമിയിൽ നഷ്ടപ്പെട്ടു പോകുന്ന കാലം വരുമ്പോ അത് ലോകാവസാനത്തിന്റെ അടയാളമാണ്. അത് നിങ്ങളുടെ കൺമുമ്പിൽ കാണുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഇദാ റുഫിഅൽ ബറക്കത്തു മിനൽ അർളി, ഭൂമിയിൽ നിന്ന് ബറക്കത്ത് നഷ്ടപ്പെടുക. എന്താ അതിന്റെ അർത്ഥം? നിങ്ങളൊന്ന് പറയും. ഭൂമിയിൽ ഇദാ റുഫിഅൽ ബറക്കത്തു മിനൽ അർളി, ഭൂമിയിൽ നിന്ന് ബറക്കത്ത് നഷ്ടപ്പെട്ടാൽ എന്താ ഭൂമിയുടെ ബറക്കത്ത്? എന്താ ഭൂമിയുടെ ബറക്കത്ത്? എന്താ? ഈ മണ്ണിനൊരു ബറക്കത്തുണ്ട്. എന്താ ബറക്കത്ത്? വളരെ കൃത്യമായി ചില കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഖുർആന്റെ വെളിച്ചത്തിൽ നമ്മുടെ ഈ മണ്ണിനൊരു ബറക്കത്തുണ്ട്. ഈ മണ്ണിന്റെ ബറക്കത്ത് എന്താ? നമ്മുടെ മണ്ണിന്റെ ബറക്കത്തോട്ട് ഫാക്ടം ബോസ് 10-10-0-2 ഇട്ടിട്ടല്ല മണ്ണിന് ബറക്കത്ത് ഉണ്ടാവണത്. ഭൂമിയിൽ നിന്ന് അല്ലാഹുവിന്റെ ബറക്കത്ത്, സൗഭാഗ്യം അതിനെ ഉയർത്തപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? അപ്പൊ ഭൂമിക്കൊരു ബറക്കത്തുണ്ട്. എന്താ ബറക്കത്ത്? പള്ളിക്കൊരു ബറക്കത്തുണ്ട്. നമ്മൾ ജീവിച്ചിരിക്കുന്ന നാടിനൊരു ബറക്കത്തുണ്ട്. ഈ മണ്ണിനൊരു ബറക്കത്തുണ്ട്. എന്താ ബറക്കത്ത്? ബറക്കത്ത് രണ്ട് കാര്യങ്ങളാണ്. എത്ര കാര്യം? ചുമ്മാ വായും വിളിച്ചിരുന്ന് കേട്ടിട്ട് കാര്യമില്ല. നമ്മൾ ചില കാര്യങ്ങൾ, ബറക്കത്ത് എന്ന് പറയുന്നത് ഈ ഭൂമിയുടെ ബറക്കത്ത് നമ്മൾ തന്നെയാണ്. നമ്മളാകുന്നവരാരാ? ഞാൻ അധ്യായത്തോട് തരാം. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ
ഈ ഭൂമിയിൽ നിന്ന് ബറക്കത്ത് ഉയർത്തപ്പെട്ടു പോയാൽ അപ്പോൾ ഈ മണ്ണിന്റെ ബറക്കത്താരാ? അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, വലൗ അന്ന അഹ്ലൽ ഖുറാ വത്തഖൂന ഫതഖ്നാ അലൈഹിം വലൗ അന്ന അഹ്ലൽ ഖുറാ ആമനൂ വത്തഖൂന ഫതഖ്നാ അലൈഹിം ബറകാത്തും മിനസ് സമാ. ഒരു ഗ്രാമവാസികൾക്ക് മുഴുവനും അചഞ്ചലമായ ഈമാനും തഖ്വയും ഉണ്ടായാൽ ലഫതഖ്നാ അലൈഹിം ബറകാത്തും മിനസ് സമാ, ആകാശലോകത്ത് നിന്ന് ആ ജനതയുടെ മേൽ അല്ലാഹുവിന്റെ ബറക്കത്തുകളെ അവൻ വർഷിക്കുമെന്ന് ഖുർആൻ പറയുമ്പോ, ആകാശലോകത്ത് നിന്ന് അല്ലാഹുവിന്റെ അതുല്യമായ അനുഗ്രഹം ഒരു ജനതയുടെ മേൽ ഇറങ്ങാനുള്ള കാരണമായി, ആ ബറക്കത്തിന്റെ അടയാളമായി അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് വലൗ അന്ന അഹ്ലൽ ഖുറാ ആമനൂ വത്തഖൂ. ഏത് ഗ്രാമവാസികൾ ഈമാനും തഖ്വയും കൈമുതലാക്കി ജീവിക്കുന്നുവോ അവരിലാണ് ബറക്കത്ത് ഇറങ്ങുക. ഭൂമിയിൽ നിന്ന് ബറക്കത്തിന് ഉയർത്തപ്പെടുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഏതെന്നറിയോ? ഭൂമിയിൽ താമസിക്കുന്ന ആളുകളിൽ ഈമാനും തഖ്വയും നഷ്ടപ്പെട്ടു പോവുക, അവരുടെ ജീവിതത്തിൽ നിന്ന് ഈമാൻ നഷ്ടപ്പെടുക, അവരുടെ ജീവിതത്തിൽ നിന്ന് ഈമാൻ ചോർന്നു പോവുക. അതോടൊപ്പം തന്നെ ഒരു മനുഷ്യന് ഈമാനുണ്ട് എന്നതിന്റെ അടയാളം അവന്റെ ജീവിതത്തിന്റെ തഖ്വയാ. ആ ഈമാനും തഖ്വയും നമ്മുടെ ഇടയിൽ നഷ്ടപ്പെട്ടു പോകുമ്പോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തോട് പറഞ്ഞു കൊടുത്തത് ബറക്കത്ത് ഉയർത്തപ്പെടുക എന്ന് പറഞ്ഞാൽ ആധുനിക ലോകത്തിന്റെ ജീവിതത്തിൽ നിന്ന് ഈമാനും തഖ്വയും നഷ്ടപ്പെടുക. ലോകത്തിന്റെ ഗതകാല സമൂഹം മുഴുവനും ഏത് ആയുധം കയ്യിൽ പിടിച്ചിട്ടാണോ എതിരാളികൾക്കെതിരെ പോരാടി നേടിയത്, അവരുടെ ഏറ്റവും അചഞ്ചലമായ ആയുധമായിരുന്ന ഈമാനും ജീവിത വിശുദ്ധിയും നമ്മുടെ ഇടയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയാ ഇന്ന് ആർക്കാ ജീവിതത്തിൽ വിശുദ്ധിയുള്ളത്? ആർക്കാ ജീവിതത്തിൽ ശുദ്ധിയുള്ളത്? ആർക്കാണ് ജീവിതത്തിൽ വൃത്തിയുണ്ടാകേണ്ടത്? ഞാൻ പറയുന്നു, പരിസ്ഥിതി പ്രവർത്തകരെ പറയുന്നത് പോലെ അഴുക്ക് ചാലുകളിലൂടെ അഴുക്ക് നിർമ്മാർജ്ജനം ചെയ്യലല്ല, പലമൂത്ത വിസർജനം കെട്ടിക്കിടക്കുന്നതല്ല. ഒരു നാടിന്റെ അശുദ്ധി എന്ന് പറയുന്നത് അവരുടെ വ്യക്തി ജീവിതത്തിന്റെ അശുദ്ധിയാണ്. ആ അശുദ്ധി അവരെ പിടികൂടി കഴിയുമ്പോ എങ്ങനെയാണെങ്കിലും ഈ ഭൂമിയിൽ ജീവിച്ചാൽ മതി, പണത്തിന് വേണ്ടി ജീവിതത്തിന്റെ വിശുദ്ധിയെ കൈവിട്ട് കളയുന്ന ഈ അടുത്ത സമയത്ത് ഞാൻ സൗദി അറേബ്യയിൽ നിന്നൊരു വാർത്ത കേട്ടപ്പോ അതിന്റെ അകമ്പൊരുളുകളിലോട്ട് കടന്നു പോകുന്നില്ല, വല്ലാതെ മനസ്സ് വേദനിച്ചു പോയി. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ സൗദി അറേബ്യ സംബന്ധിച്ചോളം ഇസ്ലാമിക സമൂഹത്തിന് ഹൃദയവുമായിട്ട് വലിയൊരു ബന്ധമുണ്ട്. കാരണം സൗദി അറേബ്യ അവന്റെ ഹബീബായ മുറ്റിന്റെ നാടാണ്, അത് ലോകത്തിന്റെ രാജാവിന്റെ ഉറക്കറയാണ്, അത് മദീനയെ ഗർഭം പേറുന്ന ഭൂമിയാണ്, അത് മക്കയെ കാത്തു നിൽക്കുന്ന ഭൂമിയാണ്. ആ സൗദി അറേബ്യയുടെ ഭൂമിയിലൂടെയാണ് എന്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രബോധനവുമായി നടന്നു പോയത്. അസ്ഹാബ് ബദറിന്റെയും ഉഹദിന്റെയും ഹുനൈനിന്റെയും ഖന്ദഖിന്റെയും ഖൈബറിന്റെയും രണഭൂമികള് കല്ല് കെട്ടിവെച്ച് പട്ടിണിയോട് പോരാറ് അസ്ഹാബ് നബിയിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ദീനിനെ നമ്മുടെ കയ്യിലേക്ക് കൈമുതലായി തരാൻ ത്യാഗത്തിന്റെ കനൽ പദങ്ങളിലൂടെ നടന്നുപോയ സൗദി അറേബ്യയുടെ മണ്ണാണത്. ആ മണ്ണിലേക്ക് കടന്നുപോയി അല്ലാഹുവിന്റെ റസൂലിന്റെ പിൻഗാമികള്, അസ്ഹാബ് റസൂലിന്റെ പിൻഗാമികള്, അറേബ്യയുടെ അറബി വംശജര്, ഹറാമിന്റെ കൂട്ടുകൾ പഠിപ്പിക്കുന്ന വാട്ടുചാരായത്തിന്റെ ഫോർമുല പഠിപ്പിച്ചു കൊടുക്കുന്ന അല്ലാഹുവിന്റെ റസൂലിന്റെ ഭൂമികയിൽ പോയാലും ജീവിതത്തിന്റെ വിശുദ്ധിയിലൂടെ നടക്കണമെന്ന ബോധം പോലും ഇല്ലാത്ത ആധുനിക ലോകത്തിന്റെ ആർഭാടങ്ങൾ കാണുമ്പോ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാ, ആളുകളിൽ നിന്ന് ഈമാനും തഖ്വയും നഷ്ടപ്പെട്ടു പോവുക, ഈമാനും തഖ്വയും നഷ്ടപ്പെട്ടു പോവുക. തഖ്വയും ഈമാനും എന്ന് ജനത്തിന്റെ ഹൃദയത്തിൽ നിന്ന് ഉയർത്തപ്പെടുന്നുവോ അത് ലോകാവസാനത്തിന്റെ അടയാളമാണെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. ഈമാനും തഖ്വയെന്ന് പറഞ്ഞാൽ എന്താണ്? അവൻ പള്ളിയിലുണ്ട്, എന്നാൽ പള്ളിയിൽ നിന്ന് ഇറങ്ങിയാൽ അവന്റെ ജീവിതത്തിന്റെ ചെയ്തികൾ വേറെയാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ.
അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഒരു സമൂഹത്തിന്റെ ഏറ്റവും വലിയ ബറക്കത്തായിരുന്നു ഈമാനും തഖ്വയും. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ കാരണവന്മാരുടെ നെറ്റിത്തടങ്ങളിൽ കണ്ട, അവരുടെ മുഖത്ത് കണ്ട ഈമാൻ പുതുതലമുറയുടെ മുഖത്ത് കാണാൻ കഴിയുന്നില്ലെങ്കിൽ ഇദാ റുഫിഅ ബറക്കത്തു മിനൽ അർളി, ഭൂമിയിൽ നിന്ന് ബറക്കത്തെടുത്ത് മാറ്റിപ്പോയി. പടിഞ്ഞകാല കാരണവന്മാരുടെ മുഖത്ത് കണ്ട ഈമാന്റെ ഒരു പ്രഭ ഇന്ന് ആധുനിക ലോകത്തിന്റെ മുഖത്ത് കാണാൻ കഴിയുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം ഈമാൻ നഷ്ടപ്പെട്ടു എന്നാണ്. ബറക്കത്ത് നഷ്ടപ്പെട്ടു. എന്താണ് ബറക്കത്ത്? ഒരു നാടിന്റെ ബറക്കത്തേതാ? അതാ നാട്ടിലെ വെയിറ്റിച്ചെട്ട് സ്ഥിരീകരിക്കലല്ല, അവിടുത്തെ സ്കൂളുകൾ അധികരിക്കലല്ല. ഒരു നാടിന്റെ ബറക്കത്ത് കാണണോ? വെള്ളിയാഴ്ച ജുമാ നമസ്കാരത്തിന് പള്ളിയിലേക്ക് പോകുമ്പോ ഏതാണ്ടും മധ്യാഹ്നം എത്തുമ്പോ 10 മണിയാകുമ്പോഴേ പള്ളിയുടെ സഫുകളെ വെള്ളത്തലപ്പാവ് ധരിച്ച് നരച്ച താടിയും വെച്ച് വെള്ളവസ്ത്രവും ധരിച്ച് സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യുന്ന ഹബീബായ നബിയുനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്ന നൂറുകണക്കിന് കാരണവന്മാരെ പള്ളിയുടെ ഒന്നാമത്തെ സഫിൽ കാണലാണ്. ആ സമൂഹത്തിന്റെ ബറക്കത്തെങ്കിൽ ആധുനിക ലോകമേ, ഈ നാട്ടിലെ പള്ളിയിലെ വെള്ളിയാഴ്ച ആദ്യത്തെ സഫില് 4 പേരെ 11 മണി നേരത്ത് കാണാനെന്ന് ഏത് പള്ളിയിലാണ് കഴിയുക? വാളുകളൊക്കെ അവിടെ നിൽക്കട്ടെ, ഡിസ്കവറുകൾ നടക്കട്ടെ, ഗവേഷണങ്ങൾ നടക്കട്ടെ, നാസയുടെ പര്യവേഷണങ്ങൾ നടക്കട്ടെ, പാത്ത് ഫൈൻഡറും സോധനറും ചൊവ്വയിലോട്ട് കടന്നു പോകട്ടെ. ആ പഠനത്തിനപ്പുറം അവനവന്റെ നാട്ടിലെ ജുമാഅത്ത് പള്ളി സുബഹിക്കും ഇശാക്കും എത്ര പേരാണ് ജമാഅത്തിനുള്ളത്? പറയ് നിങ്ങൾ. ലോകാവസാനത്തിന്റെ അടയാളം പറയുമ്പോ സൂര്യനെ കിഴക്കസ്തമിക്കുക, സന്തോഷമായി. ഇനി അത് കിഴക്കുതിച്ചാലും പടിഞ്ഞാറുതിച്ചാലും എനിക്കത് വിഷയമല്ലല്ലോ. എനിക്കിപ്പോ കിഴക്കുതിക്കുന്നത് ഞാൻ സുബഹിക്ക് കാണാറില്ല. ബാലകൃഷ്ണ പിള്ളക്ക് ബാങ്ക് കേട്ടിട്ട് ഉറക്കം പറ്റണില്ല. നമുക്ക് ഉറക്കം കാരണം ബാങ്കോട്ട് കേൾക്കണില്ല. നമുക്കിപ്പോ കിഴക്കുതിച്ചാലുണ്ട്. ഉസ്താദെ അത് പറഞ്ഞു, അതല്ല. ലോകത്ത് നിന്ന് ഭൂമിയിൽ നിന്ന് ബറക്കത്ത് ഉയർത്തപ്പെട്ടു എന്ന് പറഞ്ഞാൽ വെള്ളി സുബഹിക്കും ഇശായ്ക്കും നമ്മുടെ നാട്ടിൽ ജമാഅത്ത് നിസ്കാരത്തിന് എത്ര പേരുണ്ട്? പള്ളി നിറച്ച് സുബഹിക്കും ഇശാക്കും ജമാഅത്തിന് ഹാജരാകുന്ന ഒരു മുഅ്മിനീങ്ങളുടെ എണ്ണത്തിന്റെ സഫിന്റെ വലിപ്പമാണ് ആ നാടിന്റെ ബറക്കത്ത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളോ? വെള്ളിയാഴ്ച 11 മണിക്ക് കാരണവന്മാരിരുന്നിട്ട് ഹഫോതുന്ന ഒരു കാഴ്ചയുണ്ട്. ഇന്ന് ഏതെങ്കിലും പള്ളിയിൽ കാണൂ? 11 മണിക്ക് ഒരു പള്ളിയിൽ, ജുമാഅത്ത് പള്ളിയിൽ ആരാ ഉണ്ടാവുക? ഇനി അങ്ങനെ എങ്ങാനും 11 മണിക്ക് നമ്മുടെ നാട്ടിലെ പള്ളിയിൽ ഒരാളെ കണ്ടാൽ അപ്പോഴേ നമ്മൾ മനസ്സിലാക്കിക്കോളം അയാൾ അന്ന് പിരിവിന് വന്ന ആളാണ്. അയാൾ വേറൊരാൾ വരുന്നതിന് മുമ്പേ ഒന്ന് ഖത്തീബിനെ കണ്ടൊന്ന് ബുക്ക് ചെയ്യാൻ വേണ്ടി വന്ന ആളാ എന്നതിനപ്പുറം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതൊക്കെ നമ്മൾ കളഞ്ഞുപോയ മൂല്യങ്ങളാ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ, ആദരവായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുത്ത സുബഹി നമസ്കാരവും ഇശാ നമസ്കാരവും അല്ലാഹുവിന്റെ റസൂൽ പറയാണ്. ഹബീബായ നബി തങ്ങൾ പറയുക, ഒരു സമൂഹത്തിൽ ഈമാനിന്റെ അടയാളം ഏതെന്നറിയോ? അതാ ജമാഅത്തിന്റെ പള്ളിയിൽ സുബഹിക്കും ഇശാക്കും ഹാജരാവല. അങ്ങനെ ഒരു കാര്യം നമ്മുടെ മുമ്പിൽ നിന്ന് മാറിപ്പോകുമ്പോ നമ്മുടെ നാട്ടിലെ പള്ളിയിൽ സുബഹിക്കും ഇശാക്കും ജമാഅത്തിന് ആളുകൾ കുറഞ്ഞാൽ അത് ലോകാവസാനത്തിന്റെ അടയാളമാണെന്ന് നമുക്ക് പ്രശ്നമല്ല. തഖ്വയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളം അതാണെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. കാരണം എന്തെന്നറിയോ? ഇനി ഞാൻ ഒരു ഹദീസ് കൂടി കൂട്ടിക്കേൾപ്പിക്കാം. ലോകാവസാനത്തിന്റെ അടയാളം പറയുമ്പോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കസറത്തുൻ നിഫാഖ്, നിഫാഖ് വർദ്ധിക്കുക. കസറത്തുൻ നിഫാഖ് വർദ്ധിക്കുക. ഇവിടെ എന്നെ നോക്ക്. ഞാനൊരു വിഷയം പറഞ്ഞ അടുത്ത് പറയണത് മുമ്പുമായി ബന്ധപ്പെട്ട് കിടക്കൂ. പിന്നെ മുമ്പത്തെ നിങ്ങൾ മേപ്പോട്ട് നോക്കിയിരുന്നാൽ പിന്നെ പറയണ മനസ്സിലാവൂല. ചുമ്മാ എന്തേലും പറഞ്ഞിട്ട് പോയിട്ട് കാര്യമില്ല. 2 മണിക്കൂറെങ്കിൽ 2 മണിക്കൂർ. ലോകാവസാനത്തിന്റെ അടയാളം പറഞ്ഞപ്പോ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ 2 കാര്യങ്ങൾ. ഒന്ന്, ഈമാൻ നഷ്ടപ്പെടുക. ഈമാനില്ല. ഒരു സമൂഹത്തിന്റെ ഈമാൻ എത്രയുണ്ട് എന്നതിന്റെ അടയാളം, അതിനൊരു പുതിയ മീറ്റർ ഇല്ല. അവിടുത്തെ ജുമാഅത്ത് പള്ളിയിൽ സുബഹിക്കും ഇശാക്കും എത്ര പേർ ജമാഅത്തിന് ഹാജരാകുന്നു എന്നതാണ് ആ നാട്ടിലെ ഈമാനിന്റെ തോത്. നമ്മുടെ നാട്ടിൽ സുബഹിക്ക് ഇശാക്കാരുണ്ടത്
ആരെ ഉണ്ടാവുക? ഇശാക്കൊന്നും ആരും തന്നെ ഉണ്ടാവാൻ സാധ്യതയില്ല. സുബഹിക്ക് പിന്നെയും നേരത്തെ സുബഹിക്ക് ആളുകളില്ല. ഇപ്പോഴത്തെ നമ്മുടെ നാട്ടിൽ സുബഹിക്ക് ആളുണ്ട്, ഇശാക്കില്ല. എന്തുകൊണ്ട്? പരമാവധി ഷുഗറും കൊളസ്ട്രോളും കൂടിയത് കൊണ്ട് രാവിലെ 4 കിലോമീറ്റർ നടക്കാൻ ഡോക്ടർ പറഞ്ഞത് കൊണ്ട് നടത്തത്തിന്റെ ഇടയിൽ സുബഹിക്ക് ആളുണ്ട്. എന്നാ വിട്ട് ഇശാക്കില്ല. കാരണം ഡോക്ടർ പറഞ്ഞു സന്ധ്യക്ക് തിന്നിട്ട് നേരത്തെ കിടന്ന് ഉറങ്ങിക്കോണം. അതുകൊണ്ട് ഇശാക്കൊട്ട് ആളും ഇല്ല. എന്റെ പൊന്നു സഹോദരങ്ങളെ, സഹോദരിമാരെ, ചിന്തിക്കാൻ നമുക്ക് ഏറെയുണ്ട് ഇതിൽ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലോകാവസാനത്തിന്റെ അടയാളം പറഞ്ഞപ്പോ പറഞ്ഞത് കെസറത്തുൻ നിഫാഖി. അള്ളാഹു നമുക്ക് ഇശാക്കും സുബഹിക്കും പള്ളിയിൽ ജമാഅത്തിനെത്താൻ അള്ളാഹു തൗഫീക്ക് നൽകണം. ഒരു തീരുമാനം എടുക്കി ഇവിടെ വെച്ച്. തീരുമാനം എടുത്തൂടെ? ഞാൻ നോക്കട്ടെ. ഇപ്പൊ ലോകം അവസാനിക്കില്ല, ഞാൻ ഇപ്പൊ പറയാം. നമ്മളെല്ലാം എളുപ്പത്തില് സുബഹിയും വേണ്ട ഇശായും വേണ്ട, ചേകനൂര് ഹയാത്തായ 3 വക്കത്തിലായാൽ അങ്ങനെ ആവാമെന്നുള്ള ആളുകളെ. മഞ്ചേരി ഈ പ്രദേശത്തൊരു ഔലിയാണ്ട് അത്ര തരീക്കത്തിന് മുപ്പിലാണ് നിസ്കാരം തന്നെ ഇല്ല. അവിടെ ബയ്യത്ത് ചെയ്യാൻ ചെറുപ്പക്കാരെ തിരക്കാന്നാ കേട്ടത്. അദ്ദേഹം പറഞ്ഞ അക്കിമി സലാത്തരി നിക്കിരി, നിസ്കാരം എന്ന് പറഞ്ഞാൽ ഒരു ഓർമ്മയാണ്. ബാങ്ക് വിളിക്കുമ്പോൾ അള്ളാഹനെ ഓർത്താ മതി, നിക്കിരിക്കണ്ട. ആ തരീക്കത്തിന് ബയ്യത്ത് ചെയ്യാൻ പിന്നെ ആളുകൾ കൂടിയില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. നമുക്കെല്ലാം ലേസാണ്. കഴിഞ്ഞ റമദാനിൽ ഇഫ്താറിന് വല്ലാതെ തിരക്ക് കൂടിയപ്പോ ആരോ ചോദിച്ചു അത്രേ, വല്ലാതെ തിരക്ക് കൂടുന്നുണ്ട്, ബാങ്കിന് മുമ്പേ ഒരു ട്രിപ്പ് അങ്ങ് വിളമ്പിയാലോ. ഇഫ്താറിന് വല്ലാതെ ആള് കൂടിയപ്പോ എന്നാ പിന്നെ ബാങ്കിന് മുമ്പേ ഒരു ട്രിപ്പ് അങ്ങ് വിളമ്പിയാൽ. അത്രത്തോളം ഇബാദത്തുകളെ കുറിച്ചിട്ടുള്ള നമ്മുടെ ഒരു കാഴ്ച വളരെ ലേസായിട്ടാണ് ഇബാദത്തുകളെ കാണുക. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലോകാവസാനത്തിന്റെ അടയാളം പറഞ്ഞപ്പോ കെസറത്തുൻ നിഫാഖി, നിഫാഖ് വർദ്ധിക്കുക. ആളുകളുടെ ഇടയിൽ മുനാഫിക്കീങ്ങൾ വർദ്ധിക്കും. മുനാഫിക്ക് എന്ന് പറഞ്ഞാൽ എന്താ എന്ന് പറ. മുനാഫിക്ക് എന്ന് പറഞ്ഞാൽ എന്താ? വെളിയിൽ അവർ നല്ല ആളുകളാണ്, ഹൃദയത്തിന്റെ ഉള്ളിൽ ഒന്നുമില്ല. വെളിയിൽ ആരാ? അവര് വലിയ അവറുകളാണ്. അവരുകളെക്കാൾ വലിയ അവറുകൾ വേറെ ഇല്ല. വെളിയിൽ അവര് വലിയ അവറുകളാണ്, പക്ഷെ അവരുടെ ഹൃദയത്തിൽ ഒന്നുമില്ല. ഉറപ്പാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. മനസ്സിലായില്ല അങ്ങക്ക്? മനസ്സിലായില്ല? മനസ്സിലാകുക പിന്നെ. കാരണം എന്താ? അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാ, 2 നമസ്കാരങ്ങൾ മുനാഫിക്കീങ്ങളുടെ മേലെ ഏറ്റവും ഭാരമാണ്. 2 വഖത്ത് നിസ്കാരങ്ങൾ അത് മുനാഫിക്കീങ്ങൾക്ക് ഏറ്റവും ഭാരമേറിയതാണ്. അത് മുഅ്മിനീങ്ങൾക്ക് ഏറ്റവും സന്തോഷമായതുമാണ്. ആ നിസ്കാരമാണ് സുബ്ഹ് വൽ ഇശാ. സുബഹിയുടെയും ഇശായിന്റെയും ജമാഅത്തിന് പള്ളിയിലെത്താൻ മുനാഫിക്കീങ്ങൾക്ക് വളരെയേറെ ഭാരമാണ്. അള്ളാഹു നമ്മളെ നിഫാഖിൽ നിന്ന് കാക്കുമാറാകട്ടെ. എന്നെ കേൾക്കാനത്തിന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് സുബഹിയുടെയും ഇശായിന്റെയും ബാഗ് കേൾക്കുമ്പോ അവനവന്റെ പള്ളിയിലേക്ക് ജമാ നമസ്കാരത്തിന് കടന്നു പോകാൻ എന്റെയും നിങ്ങളുടെയും മനസ്സിലൊരു മടി വരുന്നുവെങ്കിൽ നമ്മൾ നിഫാഖിന്റെ അടയാളം പേര് നടക്കുന്നവരാ. എന്നാൽ നമ്മൾ മുഅ്മിനീങ്ങളെന്ന് സ്വയം അഭിമാനിക്കുന്നവരാ. എന്റെ പ്രിയപ്പെട്ട ഈ നാട്ടുകാരോട് മദ്രസയൊക്കെ പുനർനിർമ്മിപ്പിച്ചിട്ട് അതിന്റെ സുന്ദരമായ ഒരു ഉത്സവ സമാനമായ ആഘോഷത്തിൽ പങ്കെടുക്കുമ്പോ മറക്കരുതേ, മറക്കരുതേ, ഈ ഭൂമിയിൽ നിന്ന് ബറക്കത്ത് നഷ്ടപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം അവന്റെ ഈമാൻ നഷ്ടപ്പെട്ടു പോകല. ഒരു സമൂഹത്തിന്റെ ഈമാന്റെ അടയാളം ജമാഅത്ത് നമസ്കാരത്തിൽ ആ നാട്ടിലെ ചെറുപ്പക്കാരെ ഹാജരാവുകയും പള്ളിയിൽ ബാങ്ക് വിളിക്കുമ്പോ ആ നാട്ടിലെ പെണ്ണുങ്ങളെ വീട്ടിൽ മുസല്ല വിരിച്ചിട്ട് നിസ്കരിച്ചിട്ട് ദുആ ചെയ്യുന്ന ഒരേറ്റവും വലിയ സമ്പന്നതയാണ്, ഏറ്റവും നല്ല സമ്പന്നതയാണ് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഒന്നാമനായി മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, ഇദാ റുഫിഅ ബറക്കത്തു മിനൽ അർളി, ഭൂമിയിൽ നിന്ന് ബറക്കത്ത് ഉയർത്തപ്പെടുക. 2 ഇന്ന് നമ്മൾ ലൈവായി കാണുന്ന ലോകാവസാനത്തിന്റെ അടയാളം പറയുകയാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തേത് ഇദാ റുഫിഅർ റഹ്മത്തു ഫീ ഖുലൂബിൻ നാസ്,
ജനങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് കരുണ ഉയർത്തപ്പെട്ട് കഴിഞ്ഞാൽ രണ്ടാമത്തെ അടയാളം ജനങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് കരുണ എടുത്തു മാറ്റപ്പെടുക. എല്ലാ മനുഷ്യന്റെയും ഹൃദയത്തിൽ ക്രൗര്യത സ്ഥാനം പിടിക്കുക. അവന് കരുണയില്ല, അവന് ദയയില്ല. രാവിലെ മുതൽ വൈകുന്നേരം വരെ പാടത്ത് പണിയെടുത്തിട്ട് വൈകുന്നേരം കിട്ടുന്ന ചില്ലറ നാണയത്തൊട്ടുമായി തന്റെ ഭാര്യ മക്കൾക്കുള്ള അരിയും വാങ്ങിച്ച് കഞ്ഞി വെച്ചു പോകുന്നവന്റെ രാഷ്ട്രീയ പാർട്ടിയുടെ കൊടി മാറി പോകുമ്പോ പുറകെ കടന്നുപോയി വെട്ടിവീഴ്ത്തപ്പെട്ടവന്റെ വെട്ടത്തെപ്പിന്റെ ആടവും നീളവും വളർന്നിട്ട് ചർച്ചകളിലൂടെ പരിഹാരം നടത്തുന്ന കാത്തിരിക്കുന്ന കഞ്ഞിയും കപ്പയും വെച്ച് കാത്തിരിക്കുന്ന അമ്മയുടെ മുമ്പിലേക്ക് പൊന്നുമക്കളുടെ ശിരസറ്റ കബന്ധങ്ങളെ ചിതറിത്തെറിക്കുമ്പോ കണ്ണൂരെ നിന്റെ കണ്ണുനീര് തീരുന്നില്ലല്ലോ. കണ്ണീര് സൃഷ്ടിക്കപ്പെടുന്നത് രക്തസാക്ഷികളല്ല, സൃഷ്ടിക്കപ്പെടുന്നത് വിധവകളാണ്, സൃഷ്ടിക്കപ്പെടുന്ന അനാഥകളാണ്. നടന്നു പോകുന്ന പച്ചക്കറി മേടിക്കാൻ നടന്നു പോകുന്നവൻ പോലും പച്ചപ്പിച്ചാത്തി പിടികേറിയിട്ട് കുടൽമാല ചിതറിത്തെറിച്ച് അച്ചായെന്ന് പൊട്ടിക്കറിയുന്ന മക്കളുടെ മുമ്പ് ശിരസറ്റ കബന്ധങ്ങളെ നടന്നു പോകുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എല്ലാവരും വിലപിക്കുന്നു. ഇന്ന് സിനിമാ നടൻ സലീം കുമാർ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, കണ്ണൂരെ നിന്റെ സന്തോഷം എവിടെ, കണ്ണൂരെ നിന്റെ നന്മ എവിടെ. നട്ടുച്ച നേരം നടന്നു പോകുമ്പോ ദാഹിച്ചവന് വെള്ളം കൊടുത്ത് നിന്റെ നന്മ എവിടെ കണ്ണീര്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, യാതൊരുവിധ കരുണയില്ലാതെ കൺമുമ്പിൽ നിന്നവനെ കത്തിയുടെ പിച്ചാത്തി പിടിയിൽ തീർക്കുന്ന ഇവനൊരു ഭാര്യയുണ്ടെന്ന് അരുതയെന്ന് നിലവിളിക്കുമ്പോ ഇവനൊരു ഭാര്യയുണ്ടെന്ന്, ഇവനൊരു മക്കളുണ്ടെന്ന്, ഇവനെ കാത്തിരിക്കുന്നൊരമ്മയുണ്ടെന്ന്, ഉമ്മയുടെ കണ്ണുനീരിന് നിറവ്യത്യാസമില്ലെന്ന് മലന്ന് കിടക്കുന്നവനെ അരുതയെന്ന് കൈവീട്ടിയിട്ട് വെട്ടാനൊരുങ്ങുമ്പോ ഒരു കാരുണ്യത്തിന്റെ കണിക പോലുമില്ലാതെ പിശാചുക്കളായി മാനവ സമൂഹം മാറിപ്പോകുമ്പോ ഈ കൊലപാതക രാഷ്ട്രീയത്തിനൊരവസാനം ഉണ്ടാവണം. ഞാൻ ഈ മലയാള ലോകത്തിന്റെ ഒരു പ്രതിനിധിയായിട്ട് പറയാ, ഇതിനൊരവസാനം ഉണ്ടാകണം. മനുഷ്യന്റെ രക്തം കൊണ്ടുള്ള ഈ തീക്കളി അവസാനിപ്പിക്കണം. ഇല്ലെങ്കിൽ ഇത് മനുഷ്യകുലത്തിന് ആപത്താണ്. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ലോകാവസാനത്തിന്റെ അടയാളം പറയുമ്പോ അവിടെ കൊലപാതകങ്ങൾ വർദ്ധിക്കുമത്രേ, കൊലപാതകങ്ങൾ വർദ്ധിക്കുമത്രേ. ആ കൊലപാതകത്തിന്റെ അവസ്ഥ പറയുമ്പോ കൊല്ലുന്നവൻ അറിയില്ല താൻ എന്തിനു വേണ്ടിയാണ് കൊല്ലുന്നതെന്ന്, കൊല്ലപ്പെട്ടവൻ അറിയില്ല താൻ എന്തിനു വേണ്ടിയാണ് കൊല്ലപ്പെടുന്നതെന്ന്. അങ്ങാടി തെരുവുകളെ ചിതറിത്തെറിക്കുന്ന രക്തത്തുള്ളികൾക്ക് പോലും എന്തിനാണ് ചാലിപ്പെടുന്നതെന്ന് തിരിച്ചറിയാൻ കഴിയാതെ മനുഷ്യരക്തം കൊണ്ട് പരിപാവനമായ ഭൂമി നിണമണിഞ്ഞ് പൊട്ടിക്കരയുമ്പോ അത് ലോകാവസാനത്തിന്റെ തലേനാളാണെന്ന് ലോകത്തോട് പറഞ്ഞു കൊടുത്തു ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഇത് കണ്ണൂര് മാത്രമല്ല, ഇത് തലശ്ശേരിയിൽ മാത്രമല്ല. അള്ളാന്റെ റസൂല് പറഞ്ഞു, ലോകവ്യാപകമായിട്ട് മനുഷ്യന്റെ കരുണ എത്തപ്പെട്ടു അന്ന് കൊലപാതകങ്ങൾ വർദ്ധിക്കുക, റോമക്കാരെ അധികരിക്കുക, മുസ്ലിമീങ്ങൾ കുറഞ്ഞു പോവുക. ഏതുവരെ? ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, കൊന്നൊടുക്കി കൊന്നൊടുക്കി അറബ് ലോകത്തിൽ ഒരറബി പുരുഷനോ ഒരറബി പെണ്ണോ അറബ് ലോകത്തില്ലാത്ത രീതിയിൽ റോമക്കാര് മുസ്ലിമീങ്ങളെ കൊല്ലാക്കൊല ചെയ്യുക. ആ ഒരവസ്ഥയിലേക്ക് ലോകം മാറിപ്പോകുമ്പോ എന്തേ നിങ്ങൾ ചിന്തിക്കുന്നില്ല? സിറിയയിൽ, അഫ്ഗാനിൽ IS-ന്റെ പേര് പറഞ്ഞിട്ട് തകർത്തെറിയപ്പെടുന്ന മുസ്ലിം ലോകത്തിന്റെ മേൽവിലാസത്തിന്റെ നടുവിൽ അറിയാതെ നാം ചോദിക്കുകയാണ്, എവിടേക്കാണ് ഈ പ്രയാണം നടന്നു പോവുക? ഈ ലോകം അവസാനിക്കപ്പെടും. ഏതുവരെ? ഏതുവരെ? കൊന്നൊടുക്കി കൊന്നൊടുക്കി വ്യഭിചാരവും അക്രമവും ബാധിച്ച് അവസാനം ഹബീബായ നബിയുനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാ, ഒരു ദിവസം രാവിലെ നിങ്ങൾ കേൾക്കുമത്രേ. എന്താണ് നബിയെ കേൾക്കുക? എന്താണ് നബിയെ കേൾക്കുക?
അള്ളാഹു നമ്മളെ കാക്കട്ടെ. ചെവി കണ്ടത് കേൾക്കാൻ അള്ളാഹു ഇടവരുത്താതിരിക്കട്ടെ. എല്ലാം കണ്ടും കേട്ടും മനസ്സ് മരവിക്കുമ്പോ ഒരു പ്രഭാതത്തിൽ നിങ്ങൾ കേൾക്കും, ഇന്നയാൾ ഭൂമിയോടുകൂടി അകത്തേക്ക് വിഴുങ്ങപ്പെട്ടുവത്രേ. മുത്തറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹബീബായ നബി തങ്ങൾ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറയാണ്, ലോകത്തിന്റെ നേതാവ് ദുനിയാക സർവരെ ദീദാർ ഹുസ്നെ മുസ്തഫ കാ നാം ഹേ. ഈ ലോകത്തിന്റെ നേതാവാണ് പറഞ്ഞു തന്നത്. ഒരു ദിവസം രാവിലെ പരതക്കാട് നിൽക്കുമ്പോ ആളുകൾ അടക്കം പറയുന്നുവത്രേ. എന്നാണെന്ന് പോയി നോക്കുമ്പോ ഇന്നയാള് ഭൂമിയോടുകൂടി താഴെ കാഴ്ചപ്പെട്ടു കഴിഞ്ഞു. എന്തേ നിങ്ങൾ ചിന്തിക്കുന്നില്ല? കാറൂന്റെ കഥ പറഞ്ഞപ്പല്ല പറഞ്ഞുണ്ടാ, കാറൂനെ ഞാൻ ഈ ഭൂമിയോടെ താഴ്ത്തിക്കളഞ്ഞെന്ന് ഖുർആൻ പറഞ്ഞ കഥ ഈ വരുന്ന ആധുനിക ലോകത്ത് ആവർത്തിക്കപ്പെടുക. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ഏറെ പറയേണ്ട കാര്യമില്ല. ആ രീതിയിൽ മനുഷ്യൻ ജീവിതത്തിൽ അക്രമിയായി മാറും. കാരണം കാറൂനാരാ ഫഖസഫ്നാ ബിഹി വബിദാരിഹിൽ അവനെ കൊണ്ട് അവന്റെ മുഴുവൻ സ്ഥാപന ജംഗമ സ്വത്തുക്കളുമായി ഈ ഭൂമി പിളർന്നവൻ താഴോട്ട് പോയെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. സമ്പത്തിന്റെ പേരിൽ അഹങ്കരിച്ചവനാണ് കാറൂൻ. ഈ കഥകൾക്കും ചരിത്രങ്ങൾക്കും ജീവിതവുമായി ഏറെ ബന്ധമുണ്ട്. അള്ളാഹു നൽകിയ സമ്പത്ത് കൊണ്ട് അഹങ്കരിച്ചവനാണ് കാറൂൻ. അള്ളാഹു നമ്മളെ അഹങ്കാരത്തിൽ നിന്ന് കാക്കട്ടെ. അള്ളാഹു നമ്മളെ അഹങ്കാരത്തിൽ നിന്ന് കാക്കട്ടെ. ഒരൽപ്പം പണവും അധികാരവും കയ്യിൽ വരുമ്പോ മനുഷ്യൻ അള്ളാഹുവിനെ മറന്നിട്ട് അവൻ അള്ളാഹുവിനെ പോലും വെല്ലുവിളിക്കുന്നവനാവുക. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, ഇന്ന ശിറാറന്നാസ്, ലോകത്തിലെ ഏറ്റവും മോശമായ മനുഷ്യനാരെന്നറിയുമോ? ലോകത്തിലെ ഏറ്റവും വലിയ ഭീകരനാരാ? ഇങ്ങോട്ട് ലോകാവസാനമൊക്കെ നമ്മുടെ മുമ്പിൽ എത്തി നിൽക്കാൻ. ലോകത്തിലെ ഏറ്റവും വലിയ കൊടും ഭീകരനാരാ? ഒന്ന് പറയും മനുഷ്യന്മാരെ. IS-ന്റെ തലവന ഇത് സൈമൺ എലിയട്ടാണ്, ജൂത തീവ്രവാദി. ലോകത്തിലെ ഏറ്റവും വലിയ കൊടും ഭീകരനാരാ? ഇത് മനസ്സിനെ കുറിച്ചിട്ടാണ് ഞാൻ ഈ പറയുന്നത്. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി. ഒന്ന് വെക്കി, ഞാൻ കുഴയുന്നു. എന്താ ചൂട്? നിങ്ങൾക്ക് ചൂടുണ്ടോ? ഇല്ല, ചൂടില്ല അല്ലേ? നിലത്ത് കിടക്കണ പുഴുവിന് എന്ത് വേറെപ്പ്? പറക്കണ പക്ഷിക്കല്ലേ വേറെപ്പുണ്ടാവും? കിടക്കണം. ഇത്ര ഉണ്ടായിട്ട് നിങ്ങൾ എത്ര കഷ്ടപ്പെട്ടു. ലോകത്തിൽ അള്ളാഹു നൽകുന്ന വലിയൊരു അനുഗ്രഹമാണ്. ഇതൊന്നും അല്ല, നല്ല ചൂടിൽ നന്നായിട്ട് വേർത്ത് കുളിച്ചിട്ട് മരത്തിന്റെ ചോട്ടിൽ പോയിരിക്കുമ്പോൾ കിട്ടുന്നൊരു ചെറിയ കാറ്റുണ്ട്. ആ കാറ്റ് ശരീരത്തിൽ തൊടുമ്പോൾ കിട്ടുന്നൊരു കുളിർത്തന്നലിന്റെ തൂവൽ സ്പർശം, അത് ലോകത്തെ ഒരു കാറ്റിനും തരാൻ പറ്റില്ല. അള്ളാഹു അവന്റെ അനുഗ്രഹത്തെ അള്ളാഹു നിലനിർത്തി തരട്ടെ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്ന ശിറാറന്നാസ്, ലോകത്തിലെ ഏറ്റവും വലിയ മഹാഭീകരനാരെന്നറിയുമോ? ആ മഹാഭീകരൻ കനകമലയിൽ ഒരുമിച്ച് കൂടിയവനല്ല. അവനങ്ങനെ ഒരുമിച്ച് കൂടിയെങ്കിൽ തന്നെ അത് തെറ്റാണ്. അത് ഇസ്ലാമിക വിശ്വാസത്തിന് നിരക്കാത്തതാണ്. അത് ലോകത്തിന്റെ അപദയത്തിന്റെ മേച്ചിൽപ്പുറങ്ങളാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാ, ലോകം കണ്ട ഏറ്റവും വലിയ കൊടും ഭീകരനും കൊടും അക്രമിയും പേരും മറന്നുപോയല്ലോ. ആ കൊടും ഭീകരന്റെ പേര് മറന്നുപോയല്ലോ. ഇത് ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി പറയാം. നിങ്ങൾക്ക് മനസ്സിലായാൽ മനസ്സിലായില്ലെങ്കിൽ ഇല്ല. ജബ്ബാറാജിക്ക് പെട്ടെന്ന് മനസ്സിലാവും എനിക്ക് തോന്നുന്നു. കാരണം അദ്ദേഹത്തെ അനുഭവിക്കുന്നതാണ്. ആ ഭീകരന്മാരെ നേരിട്ട് കാണാനാണ്. കാരണം ആരാണ് ഏറ്റവും വലിയ ഭീകരനാരാ?
പേര് മറന്നുപോയല്ലോ മുഅ്മിനീങ്ങളെ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. ലോകം കണ്ട ഏറ്റവും വലിയ കൊടുംഭീകരന് വഹുവ ഖുദാർ. അത് ഖുദാറാണ്, ഖുദാറാണ്, ഖുദാറാണ്. ആരാണ് നബിയെ ഖുദാർ എന്ന് ചോദിച്ചപ്പോ സാലിഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു ദിട്ടാന്തമായി കൊടുത്ത ഒട്ടകത്തെ കരുത്തറച്ചു കൊന്ന ലോകം കണ്ട ഭീകരനാണ് ഖുദാർ എന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ. ആദരവായ പ്രവാചകൻ ലോകം കണ്ട ഭീകരനായിട്ട് പറഞ്ഞത് നെപ്പോളിയനെയല്ല, അലക്സാണ്ടറിനെയല്ല. അമേരിക്കയുടെ അധിനിവേശത്തിന്റെ പ്രതിഭാഗങ്ങളായി സിറിയയിലും ചെച്ചനിയിലും ബോസ്നിയയിലും അഫ്ഗാനിന്റെ മലനിരകളിൽ നിരപരാധികളുടെ ശിരസട്ട കബന്ധങ്ങൾ കൊണ്ട് അന്ധകാരം തീർത്ത ജോർജ് ബുഷിനെയല്ല, ലോകത്തിന്റെ ഏറ്റവും വലിയ ആക്രമിയാണെന്ന് ചോദിച്ചപ്പോ വഹുവ ഖുദാർ. അത് സാലിഹ് നബിയുടെ ഒട്ടകത്ത് കൊന്ന ഖുദാറാണ്. ആ നാട്ടിലെ മുഴുവൻ ആളുകൾക്കും പാല് നിറത്ത് കൊടുത്തിരുന്ന, നാട്ടിലെ ആളുകൾ ആര് പോയി അകത്തിരി പിടിച്ചാലും പിടിക്കുന്നവനൊക്കെ പാല് നിറത്ത് കൊടുത്ത അല്ലാണ്ട് വിട്ടാണമായ ഒട്ടകമുണ്ടല്ലോ. ഫഖാല ലഹും റസൂലുള്ളാഹി നാഖത്തല്ലാഹി വസുഖിയാഹാ ഫഅഖറൂഹാ ഫദംദമ അലൈഹിം റബ്ബുഹും ബിദംബിഹിം ഫസവാഹാ വലാ യഖാഫു ഉഖബാഹാ. ലോകത്തുള്ള മുഴുവൻ മാനവരാശിക്ക് പടച്ചറപ്പിനെ പരിചയപ്പെടുത്തി കൊടുക്കാനുള്ള ദൃഷ്ടാന്തമായി അല്ലാഹു കൊടുത്ത സാദിഖ് നബിയുടെ ഒട്ടകം. ആ ഒട്ടകത്തെ നിങ്ങൾ കൊല്ലരുത്. ഫഖാല ലഹും റസൂലുള്ളാഹ്, അവരുടെ പ്രവാചകന്മാര് പറഞ്ഞു കൊടുത്തു, നാഖത്തല്ലാഹി, ഇത് പടച്ചറപ്പിന്റെ ഒട്ടകമാണ്, ഇത് അല്ലാണ്ട് ദൃഷ്ടാന്തമാണ്, ഇത് പടച്ചറപ്പിനെ അറിയാനുള്ളതാണ് എന്ന് പറഞ്ഞിട്ടും അല്ലാടെ ദൃഷ്ടാന്തത്തെ കടുത്തറത്ത് കൊടുന്ന ഖുദാറാണ് ലോകം കണ്ട ഏറ്റവും വലിയ കൊടുംഭീകരന്. കൊടുംഭീകരിൽ രണ്ടാം സ്ഥാനത്താരെന്നറിയോ? ഇല്ല യാ റസൂലല്ലാഹ്. രണ്ടാം സ്ഥാനത്തെ ഏറ്റവും വലിയ പരപ്പോക്രി അക്രമിയാരെന്നറിയോ? രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് കൈബാലയത്തിന്റെ മത്താഫിൽ നിസ്കരിക്കാൻ പോയേണ്ട കഴുത്തിലേക്ക് ഒട്ടകത്തിന്റെ ഒട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാല എന്റെ കഴുത്തിൽ വെച്ചിട്ട് സുജൂദിൽ കിടന്നിട്ട് സുബ്ഹാന റബ്ബിയൽ അഅ്ലാ എന്ന് പടച്ചറപ്പിന്റെ തസ്ബീഹ് പറഞ്ഞ എന്നെ കഴുത്തു പൊക്കാൻ അനുവദിക്കാട് എന്റെ കഴുത്തിൽ ഒട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാലയിട്ട ഉഖബത്തുബ്നു അബീ മുഈത്താണ് ലോകം കണ്ട രണ്ടാമത്തെ ഭീകരന്. മനസ്സിൽ കരുണയില്ലാത്തവന് ഈ രണ്ട് അക്രമികളുടെ ചിത്രം വരച്ചിട്ട് ഞാൻ പറയട്ടെ, ഇവര് രണ്ടുപേരും ജനകോടികള് ഒരിക്കലും ബോംബിട്ട് കൊന്നവരല്ല. ഇവർ നാസി ജർമ്മനിയുടെ പുനഃസ്ഥാപനത്തിന് വേണ്ടി തന്റെ എതിരാളികള് ഗ്യാസ് ചേമ്പിൽ ഇട്ടിട്ട് ഈ ആമ്പാട്ടകളെ പോലെ കത്തിക്കരിച്ചു വന്ന അഡോൾഫ് ഹിറ്റ്ലർ ചെയ്തവരെ ചെയ്തിട്ടില്ല. പക്ഷേ അല്ലാഹുവിനെ തിരിച്ചറിയുന്ന പടച്ചറപ്പിന്റെ ദൃഷ്ടാന്തത്തെ അവരവമതിച്ചപ്പോ അവരാണ് ഹൃദയത്തിന് കരുണയില്ലാത്തവർ. ഇന്നും അല്ലാണ്ട് പള്ളിയിലുള്ള ഇബാദത്തിനെ തടയുന്നവര്. ലോകത്തുള്ള പള്ളികൾ അല്ലാഹുവിന്റേതാണ്, അത് പടച്ചറപ്പിന്റെ ഇബാദത്തിനുള്ളതാണ്. ആ ഇബാദത്തിനെ തടയുന്നവര് കൈബാലയത്തിന്റെ മുറ്റത്ത് സുജൂദ് ചെയ്ത മുത്തിന്റെ കഴുത്തിൽ ഒട്ടകത്തിന്റെ കുടൽമാലയിട്ട ഉഖബത്തുബ്നു അബീ മുഈത്തിനെ പോലെ ഒരു നാട്ടിലെ സമൂഹത്തിന്റെ സ്വൈര്യമായ ഇബാദത്തിന്, അവരുടെ പള്ളിയിലെ ചുമക്ക്, അവരുടെ പള്ളിയുടെ നിസ്കാരത്തിന് ആര് തടസ്സമാകുന്നുവോ അവൻ ലോകം കണ്ട ഏറ്റവും വലിയ അക്രമിയാണ്. അതുകൊണ്ടാണ് ഹബീബായ നബി തങ്ങളെ പറഞ്ഞത്, ഹൃദയത്തിന്റെ ഉള്ളിൽ കരുണയില്ലാത്തവര് നമ്മുടെ പാവപ്പെട്ട ഉമ്മൂമ്മ കാതിലെ അലുക്കത്തൂരി കൊടുത്തിട്ട് ദുആ ചെയ്യിപ്പിച്ചു വെച്ച പട്ടികൾ ദുആ ചെയ്യിപ്പിച്ച് ആ ദുആ ചെയ്യ പട്ടിണി കിടന്നിട്ട് പാവപ്പെട്ട കാരണവന്മാരുണ്ടാക്കിയ പള്ളികളെ തങ്ങൾക്ക് വേണ്ടി പിടിച്ചെടുക്കുന്നവർ, ഇബാദത്തിന് തടസ്സം നിൽക്കുന്നവർ, അവര് സാലിഹ് നബിയുടെ ഒട്ടകത്തെ കൊന്ന ഖുദാറിന്റെ അനുയായികളാണ്. അവരുടെ ഹൃദയത്തിൽ നിന്ന് കരുണ എടുത്ത് മാറ്റപ്പെട്ടവരാണ്. അങ്ങനെ മാറ്റപ്പെട്ടു കഴിഞ്ഞാൽ ആ ഒരവസ്ഥ സംജാതമാകുമ്പോ അത് ലോകാവസാനത്തിന്റെ തലേ ദിവസമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അല്ലാഹു നമുക്ക് ബോധം തരട്ടെ.
ഞാൻ ലോകാവസാനത്തിന്റെ അടയാളം പറയുന്നു. ഖുറാസാനിലെ അല്ല, അഫ്ഗാൻ മലനിരകളിലെ അല്ല, തുർക്കിയുടെ ഭൂമിയിലെ അല്ല, യൂഫ്രട്ടീസിന്റെ തീരത്തല്ല, നമ്മുടെ ചുറ്റുവട്ടത്ത് നടക്കുന്നത് കാണുമ്പോ നമ്മളൊക്കെ ചോദിക്കാറില്ല, ഇവർ ഈമാൻ തഖ്വയുമുണ്ടെന്ന് പറഞ്ഞിട്ടും ഇതൊക്കെ ചെയ്യല്ലെന്നോ പറയുമ്പോ ഇതൊക്കെ ലോകാവസാനത്തിന് മുമ്പ് വരുന്ന അടയാളമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് ബോധം തരട്ടെ. ആമീൻ പറ മനുഷ്യന്മാരെ. അല്ലാഹു നമുക്ക് ബോധം തരട്ടെ. അല്ലാഹു നമ്മളെ ഹൃദയത്തിൽ കരുണ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കരുണ പറ്റിപ്പോയ ഒരു ഹൃദയം സ്വന്തം വാപ്പയോടില്ല, സ്വന്തം ഉമ്മയോടില്ല, പിന്നെയല്ലേ സ്വന്തം സമൂഹത്തിനോടുണ്ടാവുക. ഉപ്പയോടും ഉമ്മയോടും ഇല്ല, പിന്നെയല്ലേ സമൂഹത്തിനോടുണ്ടാവുക. ഭാര്യയോടും മക്കളോടും ഇല്ല, പിന്നെയല്ലേ ഉമ്മത്തിനോടുണ്ടാവുക. അള്ളാഹിനോടില്ല, പിന്നെയല്ലേ ലോകത്തോടുണ്ടാവുക. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ജനങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് കരുണ നഷ്ടപ്പെട്ടു പോയാൽ അവർക്ക് കരുണയില്ല. അള്ളാഹു നമുക്ക് കരുണ തരട്ടെ. ആമീൻ പറ. ഇതിൽ ഹൃദയത്തിൽ കരുണയുള്ള എത്ര ആളുകളുണ്ടെന്ന് കൈപൊക്കി. പടച്ചോനെ ആരുമില്ലേ? ഞാൻ വാത് നിർത്താൻ. നമ്മുടെ ഹൃദയത്തിൽ കരുണയുള്ള ആളുകളെന്ന് കൈവക്കി. ഞാൻ ഇപ്പൊ ഒരു രസം ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ എല്ലാരും കൈവക്കി. ഇനി അവനവൻ കുടുംബീകരനാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. താത്തിരുന്നോട്ടെ. നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ കരുണയുണ്ടെങ്കിൽ ഇന്ന് ഈ ദുആ നിങ്ങൾ കൃത്യമായി ചെയ്തിട്ടുണ്ട്. ഈ പൊക്കിയവര് മുഴുവനും ഈ ദുആ ഇന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഹൃദയത്തിൽ കരുണയുള്ളവരാണ്. ഏതാ ദുആ? ഇനി കൈവക്കിയവർ ഒന്നുകൂടി പൊക്കണേ. ഇനി ഈ ദുആ പറയുമ്പോ ഒന്നുകൂടി പൊക്കണേ. ആ ദുആയാണ് അല്ലാഹുവേ 5 നേരം നിസ്കാരം കഴിഞ്ഞിട്ട് അല്ലാഹുവേ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സ്വഗീറാ. എന്റെ മാതാപിതാക്കളെ കഷ്ടപ്പെട്ട് കരുണയോടെ എന്നെ വളർത്തിയതുപോലെ അവരോട് നീ കരുണ കാണിക്കണേ അല്ലാ എന്ന് നിന്റെ മാതാപിതാക്കൾക്ക് വേണ്ടി ഹൃദയം തുറന്ന് നീ ഇന്നൊരു ദുആ ചെയ്തിട്ടുണ്ടെങ്കിൽ നിന്റെ ഹൃദയത്തിൽ ഇപ്പോഴും കരുണ അവശേഷിക്കുന്നുണ്ട്. ഇന്ന് ഈ ദുആ ചെയ്തവരെന്ന് കൈവക്കീൻ. ചുമ്മാ വെക്കല്ലേ. ഇത് പഞ്ചായത്തിന്റെ വോട്ടെടുപ്പല്ല. ചുമ്മാ കൈവക്കരുത്. ഇത് അള്ളാടെ ഭൂമിയാണ്, അള്ളാടെ സദസ്സാണ്. ഞാനിതൊന്നും വെറുതെ പറയണതല്ല. അങ്ങനെ ഹൃദയത്തിൽ കരുണയുണ്ടെങ്കിൽ നിന്റെ ഉപ്പയോട്, നിന്റെ ഉമ്മയോട് വൈക്കോൽ തുറു തലയിലേറ്റി നടന്ന്, കൊണ്ടോട്ടി അങ്ങാടിയിലൂടെ ജോലി ചെയ്ത് നടന്ന് 100 കിലോയുടെ ചാക്കും മുതുകിൽ ചമന്ന് വെച്ച് നടന്നു പോയ എന്റെ ഉപ്പ, ഇന്നെന്റെ ഉപ്പ എഴുന്നേക്കാൻ കഴിയാതെ കസേരയിൽ ഇരിക്കുന്നത് കാണുമ്പോ കയറിപ്പോകുന്ന വഴിക്ക് നമ്മളൊന്ന് ചോദിക്കും ഉപ്പ എന്നൊന്ന് വിളിച്ചെങ്കിൽ എത്ര പേരുണ്ട് ഉപ്പ എന്ന് സ്നേഹത്തോടെ വിളി കൊതിക്കുന്ന ഉപ്പമാർ. ഞാൻ കഷ്ടപ്പെട്ട് വളർത്തിയ എന്റെ മക്കൾ ഉപ്പ എന്ന് സ്നേഹത്തോടെ എന്നെ ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ ആ 2 അക്ഷരത്തിന്റെ കൂട്ടക്ഷരത്തിന്റെ വിളിക്ക് വേണ്ടി കാത്തിരിക്കുന്ന എത്ര വീടുകൾ നമ്മുടെ ഉള്ളിലുണ്ട്. മരണത്തിന് സമാനമായ പ്രസവ വേദന സഹിച്ച എന്നെ നോക്കി ഉമ്മ എന്നവൻ വിളിച്ചിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കുന്ന എത്ര ഉമ്മമാർ. അള്ളാഹുർക്ക് പുറത്തു കൊടുക്കട്ടെ. അള്ളാഹുർക്ക് പുറത്തു കൊടുക്കട്ടെ. അള്ളാഹു നമുക്ക് സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു ദീർഘായുസ് നൽകുമാറാകട്ടെ. ഞാൻ എല്ലാത്തിലും പറയുകയാണ്, എല്ലാവരോടും ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കളോട് കരുണ കാണിക്കണം. ജനത്തിനോട് മാത്രമല്ല, അല്ലാഹുവിന്റെ റസൂലിന്റെ തൊട്ടടുത്ത സദസ്സിൽ ഒരു സഹാബി ഇരിക്കുമ്പോ ആ സഹാബിയുടെ അടുക്കലേക്ക് തന്റെ പ്രിയപ്പെട്ട മോനോടി വന്നു. ഓടി വന്ന പൊന്നുമോനെ ആ സഹാബി വാരിയെടുത്തിട്ട് തന്റെ മടിയിലേക്ക് വെച്ച് നെറ്റിത്തടത്തിൽ ഉമ്മ കൊടുത്തു. ഇവിടെ ഇതൊക്കെ മുത്തുനബിക്കല്ലാതെ കഴിയുമോ? തന്റെ മുമ്പിലിരിക്കുന്ന അനുയായിയുടെ അടുക്കലേക്ക് മോനോടി വന്നപ്പോ ആ മോനെ വാരിയെടുത്തും മടിയിൽ വെച്ച് ഉമ്മ കൊടുത്തു. അത്രേ കുറെ കഴിഞ്ഞപ്പോൾ ആ സഹാബിയുടെ പൊന്നുമോള് കടന്നു വന്നു. ആ സഹാബി ആ പൊന്നുമോളുടെ കൈ പിടിച്ചിട്ട് തന്റെ സൈഡിലങ്ങ് ഇരുത്തി. മോൻ വന്നപ്പോ കെട്ടി ഇവിടെ നോക്കും, വാപ്പമ്മയൊക്കെ ഇങ്ങോട്ട് നോക്ക്. നിസ്കാരവും നോമ്പും പറഞ്ഞാൽ ആർക്കൊരു കുഴപ്പമില്ല, ഇതൊന്നും പറയാൻ പാടില്ല. വാപ്പ ഇരിക്കുന്ന സദസ്സിലേക്ക് മോൻ ഓടി വന്നപ്പോ മോനെ പിടിച്ച് മടിയിൽ ഇരുത്തി മുത്തവും കൊടുത്തു. കുറെ കഴിഞ്ഞപ്പോ മോള് വന്നു, കുഞ്ഞുമോൾ.
ആ മോളെ ഫഖഅദത്ത് അലാ ജംബിഹി, അവളെ തന്റെ സൈഡിൽ അങ്ങ് പിടിച്ചങ്ങിരുത്തി. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സഹാബി അല്ലാഹനെ ഭയക്കണേ, നിന്റെ ഹൃദയത്തിൽ നിന്ന് കരുണ നഷ്ടപ്പെട്ടു പോയ അനുചരാ, നിന്റെ പൊന്നുമോളെ പിടിച്ച് മടിയിലിരുത്ത്, നിന്റെ പൊന്നുമോനെ പിടിച്ച് സൈഡിലിരുത്ത്. നിന്റെ പൊന്നുമോളെ എന്നല്ല പറഞ്ഞത്, നിന്റെ പൊന്നുമോളെയും മധ്യത്തിലിരുത്തണേ, അവളോട് നീ കരുണ കാണിക്കാതിരിക്കരുത്. ഇത്രയേറെ കരുണ ഹൃദയത്തിൽ വേണമെന്ന് പഠിപ്പിച്ചു തന്നു ലോകത്തിന്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ. ആർക്കലി സ്വഭാവം മാറ്റണം. ആമക്കളോട് വല്ലാത്ത സ്നേഹം. ആൺകുട്ടി വന്നപ്പോ പിടിച്ച് മടിയിലിരുത്തി. എന്തെന്നറിയോ, ഇവൻ വളർന്ന് വലുതായി മീശയൊക്കെ ഇച്ചിരി ആയാൽ ഏറ്റവും ഒരു 10 ലക്ഷവും ഒരു ബെൻസ് കാറും ഇവന്റെ പറ്റി കിട്ടും. മോള് വന്നപ്പോ പിടിച്ച് സൈഡിൽ ഇരുത്തി. ഞാൻ ഉണ്ടാക്കിയതും കൂടെ വേറൊരുത്തോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഉണ്ടായ വിത്ത്, ഞാൻ സമ്പാദിച്ചതും കൂടി വല്ലവനെ കയ്യിൽ കൊടുക്കാൻ വേണ്ടി ഉണ്ടായ വിത്ത് എന്ന് കരുതിയിട്ട് സൈഡിൽ ഇരുത്തി. പാടില്ല സഹാബി, ഇത് കരുണയല്ല. നിന്റെ ഹൃദയത്തിൽ കരുണ നഷ്ടപ്പെട്ടിട്ടുണ്ട്. നിന്നെ മോളെ പിടിച്ചിട്ട് മടിയിലിരുത്തി മുത്തം കൊടുക്ക് എന്ന് പറഞ്ഞു നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു പഠിക്കാനുള്ള അവസരം നൽകട്ടെ.